നമസ്കാരം. അപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന വെജിറ്റബിൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ചതുരപ്പയർ. ചതുരപ്പയർ കേരളത്തിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ അല്ല. ഇതിൻ്റെ കൂടുതലും ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് കൂടുതലും കൃഷി ചെയ്ത് വരുന്നത്. എനിവേ, ഇതിൻ്റെ സീസണൽ സമയത്ത് ഇത് കേരളത്തിലും അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു സീഡ് നമ്മൾ കുഴിച്ചിട്ടാൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വെജിറ്റബിളാണ് ഇത്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. കാൽഷ്യം, ഫോസ്ഫറസും വൈറ്റമിൻസും അങ്ങനെ അയണിൻ്റെ കണ്ടൻറ്റൊക്കെ ഒരുപാടാണ് ഇതിൽ നിന്നാണ് പറയുന്നത്. അപ്പം വളരെ പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ ഇതൊരു പ്രാവശ്യമെങ്കിലും കഴിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇത് ഞങ്ങളുടെ മമ്മി ആക്ച്വലി അവർ താമസിക്കുന്ന സ്ഥലത്ത് നാഗ്പൂരാണ്. അവിടെ മമ്മി താമസിക്കുന്ന വീട്ടിൽ അവർ ചെയ്തെടുത്ത ഒരു കൃഷിയാണ് കേട്ടോ ഇത്. മമ്മിക്ക് അവിടെ ഇതിൻ്റെയൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഇതെന്നല്ല, ഒരുപാട് വെജിറ്റബിൾസ് മമ്മി അവിടെ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒന്നാണ് ഈ ചതുരപ്പയർ. അപ്പോൾ അവിടെ നിന്നാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചേക്കണം. സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് ഇതിനും. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചെറിയൊരു കറയുണ്ട്. അപ്പോൾ ആ കറ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കനം കുറച്ച് കയ്യിൽ വെച്ച് അരിഞ്ഞാലും മതി. ഇനി അഥവാ ഇങ്ങനത്തെ ശീലമില്ലാത്തവരാണെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് നേരം കിടന്നിട്ട് വേണം നമ്മളിത് കറി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഏറെക്കുറെ നമ്മളുടെ വെണ്ടക്കായ അരിഞ്ഞിടുമ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് വരില്ലേ, അതുപോലെയാണ് ഇതും കേട്ടോ. കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇനി തീർച്ചയായിട്ടും ഇത് കിട്ടുവാണെങ്കിൽ ഞാൻ ഇനിയും ഇത് കറി വെച്ച് കഴിക്കും. കാരണം അത്രയും നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇത് നമ്മുടെ വീട്ടിലുണ്ടായതായതുകൊണ്ട് ഒരു തരത്തിലുള്ള വിഷാംശവും ഇതിലില്ല എന്ന് പറയാം. ഞങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കഴിച്ചു. അപ്പോൾ ഇത് നാഗ്പൂരിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ നാട്ടിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് വെച്ചേക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് മുഴുവൻ അരിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇത് കറി വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ കണ്ടോ, ഒരു ബേസിൻ ഫുള്ള് നമ്മൾ ചതുരപ്പയർ നനനനന്നന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു വലിയ സവോളയാണ്, അത് ഇങ്ങനെ കനം കുറച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ സ്ലൈസ് ചെയ്ത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്തു. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകാണ്. പച്ചമുളക് എന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഈ തൊണ്ടൻ മുളക് സൈസുള്ള കുറച്ച് എരിവ് കൂടിയ ടൈപ്പുള്ള മുളകാണ്. അപ്പോൾ നമ്മളത് ഒരു 3 എണ്ണം ചേർക്കുന്നുള്ളൂ. കാരണം അത് നന്നായിട്ട് എരിവുള്ള സാധനമാണ്. അതുകൊണ്ട് ഒരു 3 എണ്ണം ചേർത്ത് കൊടുത്തു. അതും ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചതുരപ്പയർ നമ്മൾ തോരൻ വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സാധാരണ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തീ കത്തിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് ചൂടാവാനുള്ള സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. അതായത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചതുരപ്പയറിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങ, അപ്പോൾ ഞങ്ങളിവിടെ ഒരു വലിയ കപ്പോളം നിറച്ച് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് തോരനായതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ചേർത്തത്, സവോള ഒന്ന് ചേർത്തു, പച്ചമുളക് ചേർത്തു, തേങ്ങ ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 2 തണ്ടോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതങ്ങ് തിരുമ്മിയെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ തേങ്ങയുടെ മിക്സും ഇതും എല്ലാം കൂടി മിക്സ് ആവുന്ന തരത്തിൽ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ഇപ്പോൾ ദാ നോക്കുമ്പോഴത്തേക്കും ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മളുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണോളം കടുക്
ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഇതാ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചടപടാന്ന് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ ഇതാ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വറ്റൽമുളകാണ്. അപ്പോൾ വറ്റൽമുളക് 2-3 നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുത്തു. ആ വറ്റൽമുളക് ഒന്ന് അതിൻ്റെ മൂപ്പായിട്ട് വരണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മളുടെ ചതുരപ്പയറിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് ആ കടുകൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന തരത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോഴത്തേക്കും ഒന്ന് ഒതുങ്ങും. ആ സമയത്ത് നമുക്ക് ബാക്കിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി നന്നായിട്ട് ആ കടുകിൻ്റെ ആ ഒരു അംശമൊക്കെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിനെ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മൂടി വെച്ചിട്ട് ഇതിനെ അടച്ചു കൊടുക്കുകയാണ്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതിനെ ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഒന്ന് ഒതുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗത്തുള്ള പയറൊക്കെ നമ്മൾ മേലേക്കാവുന്ന തരത്തിൽ അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 സ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് വീണ്ടും അടച്ചു കൊടുക്കണം. വീണ്ടും ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതിനെ കുക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റിൻ്റെ കൂടെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും മൂടി മാറ്റി നോക്കുകയാണ്. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ചതുരപ്പയറിൻ്റെ കളറൊക്കെ വല്ലാണ്ടുള്ള പച്ച കളറൊക്കെ ഒന്ന് യെല്ലോയിഷ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു 10-20 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കുക്കായ സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മളുടെ ചതുരപ്പയർ തോരൻ. നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഞാൻ വെളിച്ചത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള കളറൊക്കെ. അപ്പോൾ ഇതാണ് കണ്ടോ, നല്ല ഇളം പച്ച നിറത്തിലുള്ള ഒരു തോരനാണ് ഇത്. നമ്മുടെ മമ്മി വിളവെടുത്ത നമ്മുടെ സ്വന്തം ചതുരപ്പയർ തോരൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ.